ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാമു അലൻ നവാഫത്ത്. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, റമദാനിനോട് നമ്മൾ വിട പറയുകയാണ്. റമദാൻ നമ്മോട് വിട പറയുകയല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും റമദാൻ ഉണ്ടായിരിക്കും. ഖിയാമത്ത് നാൾ വരെ എല്ലാ വർഷവും റമദാൻ ഉണ്ടായിരിക്കും. ഹതഭാഗ്യരായ നമ്മളാണ് അടുത്ത വർഷം ഉണ്ടാവുകയോ ഇല്ല എന്നുള്ളത് തീരുമാനമാവാത്തത്. അള്ളാഹു പരിശുദ്ധമായ റമദാനുകളെ ഒരുപാട് തവണ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നാം എത്തുന്ന ഓരോ റമദാനും നമ്മുടെ അവസരങ്ങളായിരുന്നു. പുതിയ തുടക്കത്തിൻ്റെ, നല്ല മാറ്റങ്ങളുടെ, നല്ല തീരുമാനങ്ങളുടെ, അങ്ങനെ ഓരോ അവസരങ്ങളായിരുന്നു. ആ ഓരോ അവസരങ്ങളും ഏത് രീതിയിൽ മെച്ചപ്പെടുത്തണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് സത്യവിശ്വാസിയായ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെല്ലാവരും ഈ പരിശുദ്ധമായ റമദാനിനെ വേണ്ട രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിനെ മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളതും ഞാനും നിങ്ങളും ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം വൃത്തിയെക്കുറിച്ചാണ്. ഇസ്ലാമിൽ ഒരുപാട് പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ശുദ്ധി എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ഹദീസുകളും അതിൻ്റെ ഒരുപാട് ആയത്തുകളും പരിശോധിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. വൃത്തിയും അതുപോലെ തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഒരിക്കലും വൃത്തിയും ശുദ്ധിയും ഒന്നല്ല. ശുദ്ധിയും വൃത്തിയും വളരെ വ്യത്യസ്തമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചെറിയൊരു മുറിവ് സംഭവിച്ചു, രക്തം വന്നു. അപ്പുറത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കി വെച്ച നാരങ്ങ വെള്ളം എടുത്ത് ആ രക്തമായ മുറിവ് ഭാഗം കഴുകി വൃത്തിയാക്കിയാൽ അവിടെ വൃത്തി സംഭവിക്കുന്നുണ്ട്, നേരെ മറിച്ച് ശുദ്ധി അവിടെ സംഭവിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണം പറയാം. നമ്മുടെ വസ്ത്രത്തിൽ രക്തം പുരണ്ടു. ആ രക്തം നമ്മൾ തുഹൂറായ വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തിയാലേ ശുദ്ധിയാവുകയുള്ളൂ. നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, ശുദ്ധിയാവുകയും ചെയ്യും. രക്തം ചിലപ്പോൾ അതിൻ്റെ നിറത്തെ അവിടുന്ന് എന്താക്കൂല, കളഞ്ഞു പോകൂല. രക്തം ആയാൽ ചിലപ്പോൾ നിറങ്ങളൊക്കെ അവിടെ ശേഷിക്കും. അതുകൊണ്ട് ശുദ്ധി ആയില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ആ നിറം അവിടുന്ന് പോവാത്ത കാലത്തോളം ആ വസ്ത്രത്തെ നമുക്ക് വൃത്തിയുള്ള വസ്ത്രം എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് വൃത്തിയും ശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വൃത്തിയുടെ അല്പം കാര്യങ്ങൾ മാത്രമാണ്. വൃത്തിയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നതുമായ ഒരുപാട് ആശയങ്ങളും ഹദീസുകളും നിലവിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഞാനൊരു കഥ പറയാം, വളരെ വിശാലമായ കഥ, അല്പസമയം കൊണ്ട് ചുരുക്കി പറയാം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറോനിന്റെ അക്രമം സഹിക്കാൻ കഴിയാതെ നാട് വിട്ടു. എത്തിപ്പെട്ടത് മറ്റൊരു പ്രവാചകനായിരുന്ന ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാട്ടിലായിരുന്നു. നാട് പരിചയമില്ലാത്ത കാരണം കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഒരു മരത്തിന്റെ മുകളിൽ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിൽ കുറച്ച് ആളുകൾ ആടിനെ പോറ്റാൻ വേണ്ടിയിട്ട്, ആടിനെ തീറ്റാൻ വേണ്ടിയിട്ട് ഒരു കുളത്തിന്റെ അരികിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയും വെള്ളം കോരിയെടുത്ത് അവരവരുടെ ആടിന് കൊടുക്കുകയും ഈ സമയത്ത് തന്നെ രണ്ട് പെൺകുട്ടികൾ അപ്പുറം മാറി നിന്ന് ഈ പുരുഷന്മാരായ യുവാക്കളായ ആളുകളൊക്കെ വെള്ളം കോരി പോയതിനു ശേഷം വെള്ളമെടുക്കാൻ വരികയും അവർ എടുത്തതിന്റെ ശേഷിപ്പായിട്ടുള്ള അവരുടെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ താഴെ വീണു പോയ വെള്ളം പാറക്കുഴികളിൽ നിന്ന് ശേഖരിച്ച് അവരുടെ ആടിനെ അവർ കൊണ്ടുപോയി കൊടുക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീക്ഷിച്ച് ഇറങ്ങി വന്നു. മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ പെൺകുട്ടികളോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അവരൊക്കെ അവരുടെ കുഴിയിൽ നിന്നാണല്ലോ വെള്ളം കോരിയെടുത്തത്, നിങ്ങളെന്തിനാ അവര് കോരിയെടുത്ത് അവരിൽ നിന്ന് വീണുപോയ അല്ലെങ്കിൽ കളഞ്ഞുപോയ വെള്ളം എടുത്ത് ആടിന് കൊടുക്കുന്നത് എന്തിനാ? ഈ പെൺകുട്ടികൾ പറഞ്ഞു, അവരൊക്കെ നല്ല തടിമിടുക്കുള്ള ചെറുപ്പക്കാരാണ്. ഈ കുഴിയുടെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു പാറക്കല്ല്, ആ പാറക്കല്ല് ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. മൂസാ നബി ആ പാറക്കല്ല് സ്വയം നീക്കി കൊടുക്കുകയും ഈ കുട്ടികളോട് വെള്ളം ആവശ്യത്തിന് എടുക്കാൻ പറയുകയും
ഈ കുട്ടികൾ ആടിന് മതിവരോളം ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും വൈകുന്നേരം വീട്ടിലേക്ക് എത്തുകയും ഈ സംഭവം അവരുടെ ഉപ്പയായ ഷുഐബ് നബിയോട് പറയുകയും ചെയ്തു. അവരുടെ ഉപ്പയായിരുന്നു ഷുഐബ് നബി. ഷുഐബ് നബി ഈ വിഷയങ്ങളൊക്കെ കേട്ട സമയത്ത് ഈ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ എന്നാൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. അവര് പോകുന്നു. മൂസാ നബി ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. മൂസാ നബിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. മൂസാ നബിക്കും വളരെ സന്തോഷമായി. കാരണം പരിചയമില്ലാത്തൊരു നാടാണ്, ഇവിടെ കൂടുതൽ സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ആരെങ്കിലും ഒരു ആശ്രയം വേണം. മൂസാ നബിക്ക് സന്തോഷമായി. വീട്ടിലെത്തി മൂസാ നബി ഷുഐബ് നബിയോട് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഫിറോനിന്റെ വിഷയങ്ങളും ഫിറോനിന്റെ അക്രമങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഈ സമയത്ത് ഷുഐബ് നബി പറഞ്ഞു, ഇവിടെ ഫിറോനിന്റെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. പക്ഷേ എൻ്റെ മക്കളിൽ നിന്ന് മൂത്ത മകളെ നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ഇവിടെ സുഖമായി താമസിക്കാം. നിങ്ങൾ അവരെ വിവാഹം ആലോചിച്ചോളൂ. മൂസാ നബിയോട് ഷുഐബ് നബി കൽപ്പിച്ചു. മൂസാ നബി നോക്കുന്ന സമയത്ത് ചെറിയ മകളെയാണ് മൂസാ നബിക്ക് ഇഷ്ടപ്പെട്ടത്. മൂത്തവളെക്കാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹം കാണിച്ചത് ചെറിയ മകളെയായിരുന്നു. മൂസാ നബി ഷുഐബ് നബിയോട് പറഞ്ഞു, എനിക്ക് ചെറിയ മകളെ വിവാഹം കഴിച്ചു തരണം. ഷുഐബ് നബി സ്വാഭാവികമായിട്ടും ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു, മൂത്ത മകളുണ്ടാകുമ്പോൾ ചെറിയ മകളെ വിവാഹം കഴിക്കൽ എങ്ങനെ, അത് ശരിയാവോ? എങ്കിൽ നിങ്ങൾ രണ്ട് മക്കളെയും വിവാഹം കഴിച്ചോളൂ എന്ന് ഷുഐബ് നബി മൂസാ നബിയോട് പറഞ്ഞു. എന്ന് കരുതി നിങ്ങളാരും ജ്യേഷ്ഠത്തെയും അനിയത്തിയെയും വിവാഹാലോചന നടത്തണ്ട. അത് മൂസാ നബിയുടെ ശരീഅത്തിൽ അങ്ങനെ മൂസാ നബിക്ക് അങ്ങനെ പറ്റുമായിരുന്നു. അള്ളാഹു അതിന് ശരീഅത്തിൽ നിയമം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രണ്ട് പെൺമക്കളെയും വിവാഹം ചെയ്തത്. ചുരുക്കി പറയാം, വളരെ വിശാലമായ ചരിത്രമാണ്. മഹർ വേണമല്ലോ വിവാഹമാകുമ്പോൾ. മഹറിനായി മൂസാ നബിയുടെ കയ്യിൽ ഒന്നുമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഷുഐബ് നബി പറഞ്ഞു, മഹറായിട്ട് നിങ്ങൾ ആടിനെ മേയ്ച്ചാൽ മതി. സാധാരണ ഈ പെൺകുട്ടികളാണല്ലോ ആടിനെ മേയ്ക്കാറുള്ളത്. ഇന്നു മുതൽ നിങ്ങൾ ആടിനെ മേയ്ക്കുക. നിങ്ങൾ അങ്ങനെ വെറുതെ ആടിനെ മേയ്ക്കണ്ട. ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന എല്ലാ പുള്ളിയുള്ള ആട്ടിൻകുട്ടികളും, ഇനി പ്രസവിക്കാൻ പോകുന്ന എല്ലാ പുള്ളിയുള്ള ആട്ടിൻകുട്ടികളും നിങ്ങൾക്കുള്ളതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിച്ചു, വളരെ സന്തോഷത്തോടു കൂടി. ആ സമയത്താണ് ചരിത്ര പ്രസിദ്ധമായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അനന്തരമായി ലഭിച്ചൊരു വടി. മൂസാ നബിക്ക് ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ ഷുഐബ് നബി കൊടുത്ത വടിയായിരുന്നു. ആ വടിയാണ് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി. നമ്മുടെ വിഷയം അതല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആടിനെ മേയ്ക്കാൻ പോകുന്നു. വഴി വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്തൊക്കെയാ മൂസ വിശേഷങ്ങളൊക്കെ? കല്യാണമൊക്കെ കഴിഞ്ഞു, മഹറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മഹറായിട്ട് ആടിനെ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വെറുതെ ആടിനെ നോക്കില്ല, ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകുന്ന പുള്ളിയുള്ള എല്ലാ ആട്ടിൻകുട്ടികളും എനിക്കുള്ളതാണെന്ന് ഷുഐബ് നബി എന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ ജിബ്രീലിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഈ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു തോട്ടം കാണിച്ചു തരാം. ആ തോട്ടത്തിൽ നിന്ന് ഇന്നു മുതൽ നിങ്ങൾ ആടിന് ഇല പൊഴിച്ചു കൊടുക്കുകയും തീറ്റിപ്പിക്കുകയും ചെയ്യണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്രകാരം ചെയ്യുകയും ശേഷമുള്ള എല്ലാ പ്രസവങ്ങളിലും പുള്ളിയുള്ള ആട്ടിൻകുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് പുള്ളിയില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെയും ഒരാടും പ്രസവിച്ചിട്ടില്ല. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. കുറേ പുള്ളിയുള്ള ആട്ടിൻകുട്ടികൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായി. ഷുഐബ് നബി നോക്കുമ്പോൾ ഒറ്റ പുള്ളിയില്ലാത്ത ആട്ടിൻകുട്ടികളും ഇല്ല. ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മൂസ, ഇനി മുതൽ പുള്ളിയില്ലാത്ത ആട്ടിൻകുട്ടികളാണ് നിങ്ങൾക്കുണ്ടാവുക. പുള്ളിയുള്ള ആട്ടിൻകുട്ടികളല്ല, ഇനി നാളെ മുതൽ പ്രസവിക്കാൻ പോകുന്ന പുള്ളിയില്ലാത്ത ആട്ടിൻകുട്ടികളാണ് നിങ്ങൾക്കുണ്ടാവുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മതിച്ചു. വീണ്ടും ആടിനെ മേയ്ക്കാൻ വേണ്ടി പുറപ്പെട്ടു. വീണ്ടും ഒരു ദിവസം ജിബ്രീലിനെ കണ്ടു. ജിബ്രീൽ ചോദിച്ചു, മൂസ, തീരുമാനങ്ങളിൽ വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടോ? മൂസാ നബി പറഞ്ഞു, ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുള്ളിയില്ലാത്ത ആട്ടിൻകുട്ടികളാണ് എനിക്കുണ്ടാവുക. ജിബ്രീൽ നേരത്തെ കാണിച്ചു കൊടുത്തതുപോലെ മറ്റൊരു തോട്ടം കാണിച്ചു കൊടുക്കുകയും അവിടുന്ന് ആടിനെ മേയ്ക്കാൻ മൂസാ നബിയോട് കൽപ്പിക്കുകയും ചെയ്തു. മൂസാ നബി അതുപോലെ ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്ന ഒറ്റ ആട്ടിൻകുട്ടികൾക്കും പുള്ളി ഉണ്ടായിരുന്നില്ല. നമ്മുടെ വിഷയം ഇവിടെയാണ്. ചരിത്രം വളരെ വിശാലമാണ്. പിന്നീട് ഷുഐബ് നബിയുടെ കാലശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുരിസീന പർവ്വതത്തിൽ നിന്ന് നുബുവത്ത് ലഭിക്കുകയും ഫിറോനിനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയും ചെയ്ത സംഭവങ്ങൾ അങ്ങനെ കിടക്കുന്നു.
നമ്മുടെ വിഷയം എങ്ങനെയാണ് പുള്ളിയുള്ള ആട്ടിൻകുട്ടികളും എങ്ങനെയാണ് പുള്ളിയില്ലാത്ത ആട്ടിൻകുട്ടികളും ഇവിടെ പ്രസവിക്കപ്പെട്ടത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം കാണിച്ചു കൊടുത്ത തോട്ടം നിറയെ മരങ്ങളിൽ ഇലകളിലും നിറയെ പുള്ളികളും വരകളൊക്കെയുള്ള ഒരു തോട്ടമായിരുന്നു. ആ തോട്ടത്തിൽ നിന്ന് ആടുകൾ മേഴുകയും അവിടെയുള്ള പുള്ളിയുള്ള ഇലകൾ ഭക്ഷിക്കുകയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആടുകൾ സ്വാഭാവികമായി ഇണചേരുകയും ഇണചേരുന്ന സമയത്ത് അവർ ചുറ്റുപാടുമുള്ള ഇലകളിലേക്കും മരങ്ങളിലേക്കും പുള്ളിയുള്ള ഇലകളിലേക്കൊക്കെ നോക്കി അവർ ഇണചേരുന്നത് കാരണം ആ ആട്ടിൻകുട്ടികൾ ആടുകൾക്കുണ്ടായിട്ടുള്ള ആട്ടിൻകുട്ടികൾക്കൊക്കെ പുള്ളിയുള്ള ആട്ടിൻകുട്ടികളായി മാറി. രണ്ടാമത് കാണിച്ച തോട്ടം ഒരു പുള്ളിയോ അല്ലെങ്കിൽ വരയോ ഒന്നുമില്ലാത്ത നല്ല ഇലകളുള്ള ഒരു തോട്ടമായിരുന്നു. ആ തോട്ടത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ആടുകൾ ഭക്ഷണം കഴിക്കുന്നു, അവരതിനുശേഷം ഇണചേരുകയും പുള്ളികളൊന്നും ഇല്ലാത്ത ഇലകളിലേക്കും മരങ്ങളിലേക്കും നോക്കി ഇണചേരുന്നതിനാൽ അതിനുശേഷമുള്ള കുട്ടികൾ പുള്ളികളോ മറ്റോ അടയാളങ്ങളോ ഇല്ലാത്ത കുട്ടികളായി മാറുകയും ചെയ്തു. എന്തിനാണ് ഞാൻ ഈ മൂസാ നബിയുടെ കഥ ഇവിടെ പറഞ്ഞത്? വൃത്തിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ വീട്ടിൽ പ്രധാനപ്പെട്ടതാണ് ബെഡ്റൂം. ബെഡ്റൂം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. ബെഡ്റൂം വൃത്തിയില്ലെങ്കിൽ, ബെഡ്റൂമിലാണ് എല്ലാ വേസ്റ്റും നമ്മൾ കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന മക്കൾ വേസ്റ്റ് ആകുമെന്നാണ് ഞാൻ ഈ കഥയുടെ ആകത്തുക പറഞ്ഞത്. വൃത്തിയെ നമ്മൾ തരംതിരിച്ചു പറയുകയാണെങ്കിൽ പല രീതിയിലുള്ള വൃത്തികളുണ്ട്. ശാരീരിക വൃത്തി, മാനസിക വൃത്തിയുണ്ട്. മനസ്സ് ശുദ്ധിയാക്കേണ്ടതുണ്ട്, ശരീരം ശുദ്ധിയാക്കേണ്ടതുണ്ട്, വസ്ത്രം ശുദ്ധിയാക്കേണ്ടതുണ്ട്, നമ്മുടെ വീടും പരിസരവും ശുദ്ധിയാക്കേണ്ടതുണ്ട്. ചെറിയ രൂപത്തിൽ നാം ഏതൊക്കെ വൃത്തികൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമതായി നമ്മുടെ ശരീരത്തെ വൃത്തിയുടെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 10 ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വൃത്തിയാക്കേണ്ടത്. തലയുടെ മുകളിലുള്ള 5 ഭാഗങ്ങളും കഴുത്തിന് താഴെയുള്ള 5 ഭാഗങ്ങളും. ഒന്നാമത്തത് തലയുടെ മുകളിലുള്ള ഒന്നാമത് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഭാഗം നമ്മുടെ തലമുടി തന്നെയാണ്. തലമുടി എപ്പോഴും വൃത്തിയായി ചീകി നല്ല ചിട്ടയിൽ ഒതുക്കത്തിലും വെട്ടി വൃത്തിയാക്കുകയും എണ്ണ പുരട്ടുകയും ചെയ്യൽ നല്ലതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലമുടിയിൽ എണ്ണ പുരട്ടുകയും വൃത്തിയായി ചീകി വെക്കുകയും ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തത് തലമുടി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മുടെ മൂക്ക് എപ്പോഴും വൃത്തിയായിരിക്കണം. പല സാഹചര്യങ്ങളിൽ രോഗമുണ്ടാകുന്ന അവസ്ഥകളിലും ജലദോഷം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൂക്ക് സ്വാഭാവികമായും വൃത്തികേടായിരിക്കും. അപ്പൊ അതിന് വേണ്ട രീതിയിലുള്ള തുവാല ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ അത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് മുഅ്മിനായ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മൂക്ക് വൃത്തിയില്ലെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും നമ്മുടെ അവസ്ഥ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് ഉപദേശിച്ചതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു തന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. മൂക്ക് എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് നമ്മുടെ മീശ. ഇസ്ലാം അല്ലെങ്കിൽ ദീൻ വളരെ വ്യക്തമാക്കിയിട്ട് തന്നെ നമ്മുടെ ഓരോ കർമ്മങ്ങളും വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മീശ ഒരാൾ വളർത്തുമ്പോൾ, പുരുഷനാണ് സാധാരണ മീശ ഉണ്ടാവുക, മീശ വളർത്തുന്ന സമയത്ത് ചുണ്ടിന്റെ ഈ ചുവപ്പ് ഭാഗം കാണാത്ത രീതിയിലുള്ള മീശ വളർത്തൽ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ ചുണ്ടിന്റെ ചുവപ്പ് നിറം കാണുന്ന രീതിയിൽ വെട്ടി വൃത്തിയാക്കലാണ് മീശയെ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത്. നാലാമത്തെ കാര്യം നമ്മുടെ വായ എപ്പോഴും ശുദ്ധിയുണ്ടായിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വായ ദുർഗന്ധം വമിക്കുന്നതായാൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അത് അവർക്കും പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്, നമുക്കും പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വായ കഴുകാത്തൊരു ദിവസവും വായ കഴുകിയിട്ടുള്ള ദിവസവും എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? വായ കഴുകിയാൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അതുകൊണ്ട് വായ കഴുകണം. വായ കഴുകുന്നതുമായി സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിശദീകരിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസില്ലേ, നിങ്ങൾക്ക് പ്രയാസമായില്ലായിരുന്നുവെങ്കിൽ, മുഅ്മിനായ ഒരു മനുഷ്യന് പ്രയാസമായിട്ടില്ലായിരുന്നുവെങ്കിൽ 5 നേരം വുളൂ എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാക്കുമായിരുന്നെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് വായ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. നമ്മുടെ കഴുത്തിന് മുകളിൽ
നമ്മൾ വൃത്തിയാക്കേണ്ട അഞ്ചാമത്തെ കാര്യം താടി എന്നുള്ളതാണ്. പുരുഷന്മാരാണ് സാധാരണ താടിയുള്ള ആളുകൾ. താടി ഇസ്ലാം ശരിക്കും നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് നീട്ടി വളർത്തുക എന്നുള്ളത് തന്നെയാണ്. താടിയുടെ നല്ല സുന്നത്തായ രൂപം നീട്ടി വളർത്തിയ താടി ഉള്ളതാണ്. പക്ഷെ നീട്ടി വളർത്തുന്ന സമയത്ത് ഇത് വൃത്തിഹീനമായിട്ടാണോ ഉള്ളത് എന്ന് നാം പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ചില ആളുകളുടെ താടി നല്ല നീളം ഉണ്ടാകും, പക്ഷെ ഒരു ഒതുക്കമോ വൃത്തിയോ ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാരും മക്കളൊക്കെ രാത്രി സമയങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള താടിയൊന്നും ആവരുത് ഒരിക്കലും. നല്ല നീളത്തിൽ നല്ല രീതിയിൽ വളരുന്ന താടിയാണെങ്കിൽ നീളത്തിൽ തന്നെ വളർത്തുകയും അതിനെ വെട്ടിയൊതുക്കുകയും ചെയ്യുക. അല്ലാത്ത ആളുകൾ നല്ല രീതിയിൽ വെട്ടിയൊതുക്കി വൃത്തിയോടുകൂടി എന്താക്കുക, താടിയെ പരിപാലിക്കുക. താടി ഷേവ് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ താടിയാണ് തലയുടെ മുകളിലുള്ള അഞ്ചാമത്തെ കാര്യം. ഇനി നമ്മുടെ ശരീരത്തിന്റെ താഴ്ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കഴുത്തിന്റെ താഴേക്ക് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ചേലാക്രമണം ചെയ്യണം, അത് വൃത്തിയുടെ ഭാഗമാണ്. അതുപോലെ നമ്മൾ വിസർജനം കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കണം, അത് ത്വഹാറത്തിന്റെ ഭാഗം കൂടിയാണ്. എങ്കിലും പല നാടുകളിലും പല സ്ഥലങ്ങളിലും ടിഷ്യൂ പേപ്പറുകൾ കൊണ്ട് ശുദ്ധിയാക്കുന്ന സമ്പ്രദായമുണ്ട്. അത് ശുദ്ധിയാകും, പക്ഷെ വൃത്തിയാകണമെങ്കിൽ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കണം. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നഖം വെട്ടുക എന്നുള്ളത്. ഈ നഖത്തിന്റെ വിഷയത്തിൽ നാം നമ്മുടെ മക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സ്കൂളുകളിലും മദ്രസകളിലും വരുന്ന മക്കളുടെ നഖങ്ങളൊക്കെ നമ്മൾ വീക്ഷിക്കുന്ന സമയത്ത് അവർ വീടുകളിൽ നിന്ന് വരിക എന്ന് നമുക്ക് തോന്നാത്തൊരവസ്ഥയിലുള്ള നഖങ്ങളായിരിക്കും. ആഴ്ചയിൽ ഒരു തവണ എന്തായാലും നമ്മൾ കാലുകളുടെ നഖം മുറിച്ചിരിക്കണം. കാലിന്റെ നഖത്തെ അപേക്ഷിച്ച് കൈകളുടെ നഖം പെട്ടെന്ന് വളരുന്നുണ്ട്. ആഴ്ചയിൽ നിർബന്ധമായിട്ടും കൈകളുടെ നഖം, രണ്ടാഴ്ചയിൽ നിർബന്ധമായിട്ടും കാലുകളുടെ നഖവും നമ്മൾ മുറിച്ചിരിക്കണം. സാധാരണ മൃഗങ്ങളാണ് നഖങ്ങളെ നീട്ടി വളർത്തുക. അത് അള്ളാഹു സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമായ ഇരപിടിക്കലിനും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പ്രകൃതിപരമായിട്ടാണ് മൃഗങ്ങൾക്ക് അള്ളാഹു നഖത്തെ വളരാനുള്ള സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മളൊരിക്കലും മൃഗങ്ങളെ പോലെ നഖങ്ങൾ നീട്ടി വളർത്തുന്ന സാഹചര്യം ഉണ്ടാവരുത്. പെൺകുട്ടികളിലാണ് അധികം നഖത്തെ വളർത്തി പരിപാലിക്കുന്നതായിട്ട്, ഓമനിച്ച് വളർത്തുന്ന നഖങ്ങളെ പോലൊക്കെ തോന്നിപ്പോകും. നമ്മളൊന്ന് ആലോചിക്കുക, എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മളല്ലല്ലോ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്, മറ്റാളുകളല്ലേ. അവര് നമ്മുടെ നഖത്തെക്കുറിച്ചും നമ്മുടെ വൃത്തിയെക്കുറിച്ചും അവര് സംസാരിക്കുകയില്ലേ. നാം ചുരുക്കി പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, നാലാമത്തെ വിഷയം, നമ്മുടെ ഗുഹ്യരോമങ്ങൾ. ഗുഹ്യരോമത്തോടു കൂടെ തന്നെ കക്ഷരോമവും കൂടി നമ്മൾ എടുത്തു പറയുകയാണ്. ഈ രണ്ട് വിഷയങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പുറത്ത് കാണുന്ന വൃത്തിയൊന്നുമല്ല, നമ്മുടെ സ്വന്തം അവയവത്തിന്റെ ഉള്ളിൽ നമ്മൾ മാത്രം അനുഭവിക്കുന്ന ഒരു വൃത്തിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി മാത്രമേ അത് അനുഭവിക്കുന്നുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വൃത്തി തന്നെയാണ്. കക്ഷരോമവും ഗുഹ്യരോമവും 40 ദിവസത്തിൽ അധികം നമ്മൾ അതിനെ ഒഴിവാക്കാതെ അല്ലെങ്കിൽ ഷേവ് ചെയ്യാതിരുന്നാൽ നമ്മുടെ അഅ്മാലുകളുടെ പൂർത്തീകരണത്തിന് അതൊരു തടസ്സമാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, രക്ഷിതാക്കളെ, ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്. 40 ദിവസത്തിന് മുമ്പായിട്ട് നമ്മുടെ ഗുഹ്യരോമവും കക്ഷരോമവും ഷേവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിൽ ബാക്ടീരിയകൾ, നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാകുന്ന പലതരത്തിലുള്ള ബാക്ടീരിയകളും അതിന് കാരണമാകും. ഇത്തരം വൃത്തികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. മറ്റൊരു വൃത്തിയുടെ ഭാഗമാണ് നമ്മുടെ വസ്ത്രധാരണ. വസ്ത്രധാരണ എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. ശരീരത്തെ പോലെ തന്നെയാണ് വസ്ത്രധാരണയും ശുദ്ധി ഉണ്ടായിരിക്കണം. നല്ല നീറ്റായ വസ്ത്രം ധരിക്കുമ്പോൾ, മാന്യമായ വസ്ത്രം ധരിക്കുമ്പോഴാണ് അയാളൊരു മാന്യനാണ് എന്ന് മറ്റുള്ളവർ പറയുക. ആള് മാന്യനാണെങ്കിലും അയാളുടെ വസ്ത്രം മുഷിഞ്ഞതാണെങ്കിൽ ആരും അയാളെ കുറിച്ച് മാന്യനായ ആളെന്ന് പറയില്ല. മാന്യമായ വസ്ത്രം ധരിക്കുമ്പോഴാണ് അയാൾ മാന്യനാണെന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയുള്ളൂ. അപ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കുക. ഒരു മനുഷ്യന്റെ വൃത്തിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അയാളുടെ പാദരക്ഷയാണ്. പാദരക്ഷ വൃത്തിയുണ്ടോ എന്നാൽ അയാളിൽ മറ്റുള്ള ഭാഗങ്ങൾ വൃത്തിയുണ്ടാവും. ചെരുപ്പ് കഴുകാത്ത സമ്പ്രദായം നമ്മൾ പല ആളുകളിലും കണ്ടിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരിക്കും, ചെരുപ്പ് കഴുകിയിട്ട് മാസങ്ങളോളമായിട്ടുണ്ടാകും. അതിന് കാരണം ചിലപ്പോൾ നനക്കാൻ പറ്റാത്ത ചെരുപ്പുകളൊക്കെ ആയിരിക്കും. എങ്ങനെയായാലും ചെരുപ്പുകളൊക്കെ ആഴ്ചയിൽ 3 തവണയോ അല്ലെങ്കിൽ 1.5 ദിവസം കൂടുമ്പോഴെങ്കിലും
ചെരുപ്പുകളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഇൻഷാ അള്ളാ. ഈ വൃത്തിയുടെ വിഷയങ്ങളിൽ പറയുമ്പോൾ മറ്റു നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ വീടുകളിലെ വൃത്തി. ഞാൻ തുടക്കത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ ശേഷം ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ വീട് എപ്പോഴും, പരിസരം എപ്പോഴും ശുദ്ധിയായിരിക്കണം. വീട്ടിലെ ഏറ്റവും നമ്മൾ ശുദ്ധിയോടെ ശ്രദ്ധിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും നമ്മുടെ ബെഡ്റൂമുകളാണ്. ബെഡ്റൂമുകൾ വൃത്തിയുണ്ടായാൽ മറ്റുള്ള ഭാഗങ്ങളും വൃത്തിയുണ്ടാകും. സാധാരണ നമ്മുടെ വീടുകൾ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് എല്ലാ വേസ്റ്റും കൊണ്ടുപോയിരുന്നത് ബെഡ്റൂമിലായിരിക്കും. പുറത്തുനിന്ന് വിരുന്നുകാരെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പോയിട്ട് ബെഡ്റൂമിന്റെ കഥ കടക്കും, മറ്റുള്ളതൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ട് ബെഡ്റൂം വളരെ മോശമായിരിക്കും, അപ്പൊ ആരും അത് കാണണ്ട എന്നുള്ള രീതിയിൽ ബെഡ്റൂമിന്റെ വാതിൽ അടച്ചിടും. ഇതല്ല ചെയ്യേണ്ടത്. ബെഡ്റൂം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കി കൊണ്ടുവരാൻ കഴിയും. ഒന്നാമത്തത്, നമ്മൾ കിടന്നുറങ്ങി എണീക്കുമ്പോൾ എങ്ങനെയാണോ കിടക്കുമ്പോൾ നമ്മുടെ കിടക്കയിൽ വിരിപ്പുണ്ടായിരുന്നത് അതുപോലെ വൃത്തിയായി മടക്കുകളൊന്നുമില്ലാതെ വൃത്തിയായി വിരിച്ചു സൂക്ഷിക്കുക. രണ്ടാമത്തത്, നമ്മൾ പുതച്ചിരുന്ന പുതപ്പുകൾ കാലിന്റെ ഭാഗത്തോ തലയുടെ ഭാഗത്തേക്കോ മടക്കി ഒതുക്കിയിട്ട് അവിടെ വെച്ചാൽ തന്നെ ബെഡ്റൂം വൃത്തിയുള്ളതായി. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള അടുക്കള, വീട്ടിലുള്ള ബാത്റൂം, പരിസരം, ഇതൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണവും അടയാളങ്ങളുമാണ്. അപ്പൊ നമ്മുടെ ഉമ്മമാരും നമ്മുടെ രക്ഷിതാക്കളും ഈ വിഷയത്തിൽ അധികം ജാഗ്രത കാണിക്കാതെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. ഈ പരിശുദ്ധമായ റമദാൻ ഇതിനൊക്കെയുള്ള ഒരു കാരണമായി തീരുമാനമാകട്ടെ. അതുപോലെ വൃത്തിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നല്ല സുഗന്ധം അത്തർ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ ഇത് വളരെ വലിയ മാറ്റങ്ങളുടെ തുടക്കമായിരിക്കും. ഈ പരിശുദ്ധമായ റമദാൻ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യമാക്കട്ടെ ഇൻഷാ അള്ളാഹ്. ഈ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരും നല്ല രീതിയിൽ നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നവരിലും അള്ളാഹു ഈ റമദാൻ കൊണ്ട് വിജയിപ്പിച്ചവരിലും നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.